ഹലോ ബഡീസ്, നമ്മളിതാ ഒരു യാത്ര പോവുകയാണ്. പെട്ടെന്നുള്ള യാത്രയായിരുന്നു, അതുകൊണ്ട് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഉള്ള രണ്ട് ടീഷർട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളൊരു പാൻറ്റും ഇട്ട് പോവുകയാണ്. ഒരു സഞ്ചിയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും ഇവിടെ ഉമ്മയും ഉപ്പൊക്കെ ഉറങ്ങി. ആ ഒരു സീനാണ്. അപ്പോൾ ഫ്രണ്ട്സ് പല ആൾക്കാരും പല സ്ഥലത്താണ്, അതൊന്ന് സെറ്റാവണം. അപ്പോൾ അവരുടെ വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം. സ്ഥലങ്ങളും എല്ലാം ഉണ്ടാവും. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇതാ വണ്ടിയിലാണുള്ളത്. ഇപ്പോൾ നമ്മളൊരു പൈൻ ഫോറസ്റ്റിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി. നമ്മുടെ ഡ്രൈവർ സ്വാലിഹ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ്, കാട്ടിലൂടെ യാത്രയ്ക്ക് ഒടുവിൽ നമുക്ക് എല്ലാവർക്കും പിന്നെ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ വല്ല രീതിയിൽ നമ്മുടെ ഈ ചേട്ടൻ്റെ കടയിൽ അവിടെ നിർത്തി നല്ല ബജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു നമ്മൾ. മച്ചമരെ ഇതാ ഊട്ടിയിലെ ഷഹീറിന്റെ കൂടെ നമ്മൾ പിന്നെ ഇതാ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇതാ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ. ഇത് ഇസ്രായേൽ നിങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ഒരു അണ്ണാന്ന് വിചാരിക്കുമെങ്കിലും പിന്നെ നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ബാക്കി ഇതാ നമുക്ക് പ്രകൃതി രമണീയത കാണാം, മലകൾ കാണാം. എന്താ ഷെയർ? ഒന്നുമില്ല, ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു റൂമിന് 10,000 രൂപയാണ് ഗൈസ് റൂമിൽ പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യും? ഇവിടെ ഏതെങ്കിലും സൈഡിൽ സ്റ്റേ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്വാലിഹിത പിന്നെ റബ്ബർ പാല് പിടിച്ചതുപോലെ പിടച്ച് കളിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ആസ്വദിക്കണം. ഊട്ടിയുടെ സ്ഥലങ്ങൾ തണുപ്പ് കുറവാണ്. അപ്പോ ഇവിടെ അടിയാണ് ഗൈസ്, ഫുൾ അടിയാണ് ഗൈസ്. ഇവർ എന്തൊക്കെയാ ഇവർ കളിക്കുന്നത് ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് റൂം കണ്ടുപിടിക്കുന്നവരെ വീണ്ടും കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ റൂമൊക്കെ കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കുറച്ച് പേര് വണ്ടിയിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ കുറച്ച് പേര് പുറത്തിങ്ങനെ നിന്നിട്ട് കുറച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഫ്രണ്ടിന് ഇവിടെ കുറച്ച് പരിചയമുണ്ട്. അപ്പം അവൻ്റെ ബേസിൽ റൂം കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ റൂം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മച്ചന്മാരെ, അപ്പോൾ പിന്നെ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളോട്ടാണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ല റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൂമിൻ്റെ വിത്ത് പാർക്കിങ് പിന്നെ നമുക്ക് 9 പേർക്ക് 4,500 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. പിന്നെ കുറച്ചുള്ളിലാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഇവിടെ നമ്മൾ ഊട്ടി ടൗണിൽ എല്ലാ സ്ഥലത്തും നോക്കിയപ്പോൾ നല്ല പിന്നെ റെൻ്റൊക്കെയാണ് പറയുന്നത്. ഞാൻ ബാക്കി റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. പാർക്കിംഗ് ഇതാണ്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. പിന്നെ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കട്ടെ. പിന്നെ നമ്മുടെ റൂമായത് കുഴപ്പമില്ല, അടിപൊളി റൂമാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. കിച്ചൺ ഉണ്ട്, 2 ബെഡ്റൂം, എല്ലാ സെറ്റപ്പാണ്, അടിപൊളി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും കുഴപ്പമില്ല, നല്ല റൂമാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം ഡീറ്റെയിൽസ് ഞാൻ എന്താക്കാം പിന്നെ താഴെ കൊടുക്കുന്നുണ്ട്. പുള്ളി എടുത്ത് ചോദിച്ചു നോക്കാം ഇതേതാ സ്ഥലം എന്നൊക്കെ. ഇതേതാ സ്ഥലം? എത്ര സ്ഥലം ഏതാ? മുത്തുറൈപ്പാല എന്നുള്ള സ്ഥലത്താണുള്ളത്. കൈസ്, അപ്പോൾ റൂമൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊരു സ്ഥലത്തെത്തി. അപ്പം അവിടെ നമുക്കിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ പല പല കാഴ്ചകളും കാണാൻ പറ്റും. നമ്മുടെ സജാദ് മലയിലാണ് നടക്കുന്നത്. അപ്പം മാപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കിട്ടും. അതുപോലെ തന്നെ ഇത് ഗുഹേൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ പല പല വിചിത്രമായ നിഗൂഢമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിലൊരു ആട്, അതുപോലെ തന്നെ പിന്നെ സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് പേടിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഒരു ജീവികൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ അപ്പം അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ക്യാപ്ചർ ചെയ്ത കുറച്ചും പിന്നെ മൃഗങ്ങളുടെ ഫോട്ടോസും അതുപോലെ തന്നെ എല്ലാം ഇവിടെ നമുക്ക് അവർ ഫ്രെയിം ചെയ്ത് വെച്ചത് കാണാം.
അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാട്ടിലൂടെ കുറച്ച് നടന്ന് പിന്നെ ഒരു വ്യൂ പോയിന്റ് എത്തി. ഇവിടെ നമുക്ക് ഊട്ടിയിലെ ഏകദേശം സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമുള്ളൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. ഹലോ ഗായ്സ്, ഇതാ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര. പിന്നെ ഭയങ്കര പീസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക. പിന്നെ വ്യൂ പോയിന്റ്സ് ഉണ്ട്, പിന്നെ അടിപൊളി മരങ്ങൾ കാണാൻ പറ്റും. സജാദ് മലയുണ്ട്. ഒരു ലൈക്ക് ഇടിച്ചോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട്സ് ബാക്കിൽ വരാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. പിന്നെ നമ്മളെ ഇതാ ടീം ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ചായക്കട കണ്ടിട്ടുണ്ട്. അവിടെ എത്രത്തോളം നമുക്ക് പിന്നെ നല്ല കടികൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇത് ഊട്ടി ടൗണിൽ പല പല കച്ചവടക്കാരുണ്ട്. പിന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ എല്ലാവരും ടയർഡായി റൂമിലേക്ക് പോവാണ് നമ്മൾ. ഹലോ മച്ചമാരെ, നമ്മളിപ്പോൾ ഉള്ളത് ഹങ്കർ ഫോർട്ടിലാണ്. ഹങ്കർ ഫോർട്ട് ഒരു രക്ഷയില്ലാത്ത സ്ഥലം, ഒരേ പൊളി വൈബാണ്. പിന്നെ നല്ല നല്ല ക്ലൈമറ്റാണ്. എല്ലാ ഫോട്ടോ എടുക്കാനും എന്തിനാണെങ്കിലും അടിപൊളി ക്ലൈമറ്റ്, തേയില എല്ലാം ഉണ്ട്. അപ്പോൾ ഊട്ടിയിൽ വരുമ്പോൾ ഹങ്കർ ഫോർട്ട് മിസ്സാക്കാൻ പാടില്ല. ഹലോ മച്ചമാരെ, ഇപ്പം നമ്മളിതാ പിന്നെ പമ്പിലാണുള്ളത്. പിന്നെ ലാസ്റ്റ് ഭാഗത്തെത്തി. ഷെയർ നടക്കണ്ടി ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ട്രിപ്പ് അടിപൊളിയാണോ? അടിപൊളി, ഒരു രക്ഷയില്ല. അതായി